തന്നാലും നാഥ ആത്മാവിനെ ആശ്വാസദായകനേ, തന്നാലും നാഥ നിൻ ജീവനെ നിത്യസഹായകനേ, അകതാരിലുണർവിൻ്റെ പനനീരു തൂകി അവിരാമമൊഴുകി വരൂ വരദാനവാരിതേ ഫലമേകുവാനായി അനസ്യൂതമൊഴുകി വരൂ. തന്നാലും നാഥ ആത്മാവിനെ ആശ്വാസദായകനേ, പാപവും പുണ്യവും വേർതിരിച്ചിടുന്ന ജ്ഞാനമായി ഒഴുകി വരൂ ആത്മീയ സന്തോഷം ദാസരിൽ നൽകുന്ന സ്നേഹമായി ഒഴുകി വരൂ. തന്നാലും നാഥ ആത്മാവിനെ ആശ്വാസദായകനേ, തന്നാലും നാഥ നിൻ ജീവനേ നിത്യസഹായകനേ. നമ്മുടെ കർത്താവിൻ്റെ പരിശുദ്ധ സുവിശേഷം ലൂക്കോസ് എഴുതിയ സുവിശേഷത്തിൽ നിന്ന് 7-ാം അധ്യായം 11 മുതലുള്ള വാക്യങ്ങളാണ്. നിങ്ങൾക്കെല്ലാം അറിയുള്ളതുപോലെ നമ്മളിന്ന് ഈ ജൂബിലിയുടെ തുടക്കം ഇവിടെ ആരംഭിക്കുമ്പോൾ നമ്മളെല്ലാവരും ആണ് ജൂബിലിയിൽ പങ്കുചേരുന്നവർ. നമ്മുടെ അവസ്ഥയെക്കുറിച്ച് ചിന്തിക്കുവാനും പുനർസമർപ്പണത്തിന് വേണ്ടിയിട്ട് സാധിക്കുന്ന രീതിയിൽ നമ്മളെ തന്നെ നല്ല ഒരുക്കമുള്ളവരാക്കുകയും ചെയ്യുക എന്നുള്ളതാണ്. എൻ്റെ അഭിപ്രായത്തിൽ സാധിക്കുമെങ്കിൽ എല്ലാവരും കണ്ണടച്ച് കാരണം കണ്ണ് തുറന്നിരുന്നാൽ അവിടെ ഇവിടെയൊക്കെ നിങ്ങൾ നോക്കുമെന്ന് എനിക്കറിയാം. വേണ്ട പോലെ ശ്രദ്ധ നമുക്കുണ്ടാവില്ല. ഏകാഗ്രമായിട്ട് യേശു തമ്പുരാനും നിങ്ങളും മാത്രമുള്ള ഒരു ബന്ധമായിട്ട് ഈ സമയത്ത് നിങ്ങൾ ചിലവഴിക്കണമെന്ന് ഞാൻ ആമുഖമായി പറഞ്ഞ് സുവിശേഷം വായിക്കട്ടെ. അതിനുശേഷം യേശു തമ്പുരാൻ നായീൻ എന്ന പട്ടണത്തിലേക്ക് പോയി. ശിഷ്യന്മാരും വലിയൊരു ജനക്കൂട്ടവും കർത്താവിനെ അനുഗമിച്ചു. അവിടുന്ന് നഗര കവാടത്തിനടുത്തെത്തിയപ്പോൾ മരിച്ചുപോയ ഒരുവനെ ചിലർ എടുത്തുകൊണ്ട് വരുന്നത് കണ്ടു. ഒരു വിധവയുടെ ഏകപുത്രനായിരുന്നു അവൻ. പട്ടണത്തിൽ നിന്ന് വലിയൊരു ജനക്കൂട്ടവും അവളോടൊപ്പം ഉണ്ടായിരുന്നു. അവളെ കണ്ട് മനസ്സലിഞ്ഞ് കർത്താവ് അവളോട് പറഞ്ഞു, കരയേണ്ട. അവിടുന്ന് മുന്നോട്ട് വന്ന് ശവമഞ്ചത്തിൽ തൊട്ടു. അത് വഹിച്ചിരുന്നവർ നിന്നു. അപ്പോൾ അവിടുന്ന് പറഞ്ഞു, യുവാവേ, ഞാൻ നിന്നോട് പറയുന്നു, എഴുന്നേൽക്കുക. മരിച്ചവൻ ഉടനെ എഴുന്നേറ്റിരുന്നു. അവൻ സംസാരിക്കാൻ തുടങ്ങി. യേശു തമ്പുരാൻ അവനെ അമ്മയ്ക്ക് ഏൽപ്പിച്ചു കൊടുത്തു. എല്ലാവരും ഭയപ്പെട്ടു. അവർ ദൈവത്തെ സ്തുതിച്ചുകൊണ്ട് പറഞ്ഞു, ഒരു വലിയ പ്രവാചകൻ നമ്മുടെ ഇടയിൽ ഉദയം ചെയ്തിരിക്കുന്നു. ദൈവം തൻ്റെ ജനത്തെ സന്ദർശിച്ചിരിക്കുന്നു. കർത്താവിനെ പറ്റിയുള്ള ഈ വാർത്ത യൂദയ മുഴുവനിലും പരിസരങ്ങളിലും പരന്നു. ദൈവമേ, സ്തുതിക്ക് യോഗ്യമാവുന്നു, ഭാവിക്കുന്നു. പ്രിയപ്പെട്ട ജനറാളച്ച വൈദിക സഹോദരങ്ങളെ, പ്രിയ മദർ പ്രൊവിൻഷ്യൽസ്, സ്നേഹമുള്ള സിസ്റ്റേഴ്സ്, വാത്സല്യമുള്ള സഹോദരി സഹോദരന്മാരെ, മലങ്കര സഭയെ സംബന്ധിച്ചിടത്തോളം ഈ അനുഗ്രഹീതമായ അതിൻ്റെ പുനരൈക്യ വാർഷികത്തിൻ്റെ 94-ാമത്തെ വർഷത്തിലേക്ക് പ്രവേശിച്ചിരിക്കുന്ന ഈ വേളയിൽ ബദനി മിശിഹാനുകരണ സന്യാസിനി സമൂഹം അതിൻ്റെ ശതാബ്ദിയിലേക്ക് പ്രവേശിക്കുന്നു. 1925 മാർ ഇവാനിയോസ് പിതാവിൻ്റെ പുണ്യകരങ്ങളാൽ സ്ഥാപിതമായ ബദനി എന്ന ഈ വലിയ അനുഗ്രഹം നമ്മളെ പുൽകിയിട്ട് 100 വർഷം തികയുകയാണ്. സ്ത്രീകൾ പ്രത്യേകിച്ച് 100 വർഷത്തിന് മുമ്പുള്ള
അവരുടെ ഒരവസ്ഥയെക്കുറിച്ച് ചിന്തിക്കുകയാണെങ്കിൽ പഠനത്തിനോ അതല്ലെങ്കിൽ മറ്റേതെങ്കിലും തരത്തിൽ സാമൂഹികമായ നേതൃത്വത്തിനോ സ്വന്തമായിട്ട് എന്തെങ്കിലും ചെയ്യുന്നതിനോ സാധിക്കാതിരുന്ന ഒരു കാലഘട്ടത്തിൽ അടുക്കളയുടെ പരിസരവും മാത്രമായി സ്ത്രീജനങ്ങൾ പരിമിതപ്പെട്ടിരുന്നതായ സമയത്ത് ദൈവം നൽകിയ അനുഗ്രഹങ്ങളാൽ നിറയപ്പെട്ട ഈ മക്കളെ സഭയുടെയും സമൂഹത്തിൻ്റെയും കെട്ടുപണിയിൽ ആഴമായിട്ട് ചേർക്കുവാനായി പുണ്യശ്ലോകനായ മാർ ഇവാനിയോസ് പിതാവ് പരിശുദ്ധാത്മാവിൻ്റെ വലിയ നടത്തിപ്പിൽ എടുത്ത തീരുമാനമാണ് നമ്മൾ ഇന്ന് ശതാബ്ദിയിലേക്ക് പ്രവേശിക്കുന്ന ഈ മഹാസംഭവത്തിൻ്റെ പിറകിലുള്ളത്. നമുക്കതിൽ അഭിമാനിക്കണം. ഞാനെപ്പോഴും ഓർക്കുന്ന ഒരു കാര്യമുണ്ട്. ഞാനിന്ന് ഒരു വൈദികനായിരിക്കുന്നുവെങ്കിൽ, ഞാനിന്നൊരു മലങ്കര കത്തോലിക്ക സഭയിലെ അംഗമായിരിക്കുന്നെങ്കിൽ, ഞാനിന്നൊരു മെത്രാനായിരിക്കുന്നുവെങ്കിൽ, ഞാൻ ഏറ്റവും അധികം കടപ്പെട്ടിരിക്കുന്നത് ദൈവം കഴിഞ്ഞാൽ പിന്നെ പുണ്യപിതാവായ മാർ ഇവാനിയോസ് പിതാവിനോടാണ്. മാർ ഇവാനിയോസ് പിതാവിനോട്, മാർ തിയോഫിലോസ് പിതാവിനോട് നമ്മുടെ പുനരീക ശുശ്രൂഷകളിലൂടെ നമ്മളെ ആവേശഭരിതരാക്കി നമ്മുടെ ഈ സഭയുടെ പ്രിയപ്പെട്ട മക്കളാക്കി നമ്മളെ രൂപപ്പെടുത്തുന്നതിനായി ശ്രമിച്ചിട്ടുള്ള ഓരോരുത്തരുടെയും കാര്യങ്ങളാണ്. നമുക്കതുകൊണ്ട് അഭിമാനമായിരിക്കണം. നമ്മുടെ സഭയെക്കുറിച്ച് നമുക്ക് എപ്പോൾ അഭിമാനമുണ്ടോ അപ്പോൾ മാത്രമേ നമുക്ക് നമ്മുടെ ജീവിതം കർത്താവിന് വേണ്ടിയും അവൻ്റെ സഭയ്ക്ക് വേണ്ടിയും കൊടുക്കാൻ സാധിക്കത്തുള്ളൂ. ഇന്ന് എനിക്കറിയില്ല നിങ്ങൾക്കറിയാമോ ഇന്ന് പരിശുദ്ധ സഭയിൽ വിശുദ്ധ റോബർട്ട് ബെല്ലർമീൻ എന്ന് പറയുന്ന വലിയ അതികായകനായ ഒരു ദൈവശാസ്ത്രജ്ഞനും തത്വശാസ്ത്രജ്ഞനുമായിരുന്ന ഈശോസഭാ വൈദികനായിരുന്ന ആ വലിയ ദൈവശാസ്ത്രജ്ഞൻ്റെ ഓർമ്മ ആചരിക്കുന്ന ദിവസമാണ് ഈ ദിവസം. റോബർട്ട് ബെല്ലാർമീൻ, അദ്ദേഹം ഇറ്റലിയിൽ ജനിച്ചു. പ്രത്യേകിച്ചും പ്രൊട്ടസ്റ്റൻ്റ് വിപ്ലവത്തിൻ്റെ ഒരു വലിയ നൂലാമാലകളിലൂടെ കടന്നുപോയിക്കൊണ്ടിരുന്ന ഒരു കാലഘട്ടത്തിൽ സഭയെയും സഭയ്ക്ക് വേണ്ടിയും തൻ്റെ ജീവിതം ഒഴിഞ്ഞുവെച്ച, തനിക്ക് ദൈവം നൽകിയതായ എല്ലാ കഴിവുകളും പരിശുദ്ധ സഭയെ കെട്ടിപ്പടുക്കുന്നതിന് വേണ്ടി തനിക്ക് ലഭിച്ചിട്ടുള്ള സ്വാധീനം അതിനുവേണ്ടി ഉപയോഗിച്ചിട്ടുള്ള വലിയ അനുഗ്രഹീതനായ ഒരു വലിയ പിതാവിൻ്റെ ഓർമ്മയുടെ ദിവസത്തിലാണ് പ്രിയപ്പെട്ട മക്കളെ നമ്മൾ ഓരോരുത്തരും ഇവിടെ ഈ ജൂബിലിയുടെ പ്രഥമ സംഗമമായിട്ട് സമ്മേളിക്കുന്ന ഈ അനുഗ്രഹീതമായ ദിവസത്തിൽ നമ്മുടെ ഓർമ്മയിലേക്ക് ഓടി വരുന്നത്. അപ്പോൾ അതുകൊണ്ട് ഈ വിശുദ്ധൻ്റെ വലിയ ശൈലി, പ്രത്യേകിച്ചും സഭയെ പടുത്തുയർത്തുവാനായിട്ടുള്ള ഒരു വലിയ ആവേശം നമുക്കുണ്ടാവണം. നമുക്കറിയാം, നമ്മുടെ ഈ കൂട്ടായ്മയിലേക്ക് കടന്നു വന്നിട്ട് 50 വർഷം, 60 വർഷം, 70 വർഷം, ഒരു പക്ഷെങ്കിൽ 10 വർഷം, 5 വർഷം, അതല്ലെങ്കിൽ നമ്മൾ ഈ കഴിഞ്ഞ നാളുകളിൽ മാത്രമായിരിക്കാം ഈ സന്യാസിനി സമൂഹത്തിലേക്ക് കടന്നു വന്നിട്ട്. വർഷങ്ങൾ എത്രയായി എന്നുള്ളതല്ല, വർഷങ്ങൾ കൊണ്ട് നമുക്കുണ്ടാവേണ്ടിയിരുന്ന ആ വലിയ വളർച്ചയും വിശ്വാസത്തിലുള്ള ആ പക്വതയും അതിനെക്കുറിച്ചാണ് നമ്മൾ ഏറ്റവും കൂടുതൽ വിചിന്തനം ചെയ്യേണ്ടത്. ഈ വിശുദ്ധ ബെല്ലാർമീൻ, അദ്ദേഹത്തിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് 3 കാര്യങ്ങളാണ്. ഒന്ന്, അദ്ദേഹം പറഞ്ഞു, പരിശുദ്ധ സഭയിൽ മാർപ്പാപ്പായോടുള്ള ബന്ധത്തിൽ മാത്രമേ നമുക്ക് യഥാർത്ഥമായി കൃപകൾ ലഭിച്ചുകൊണ്ട് മുന്നേറുവാനായിട്ട് സാധിക്കത്തുള്ളൂ. പ്രൊട്ടസ്റ്റൻ്റ് വിപ്ലവം കൊണ്ട് സഭയെ ആകമാനം തൂത്തെറിഞ്ഞുകൊണ്ട് സഭയുടെ പഠിപ്പിക്കലുകളും സഭയുടെ മറ്റ് ചിന്തകളും വിചിന്തനങ്ങളും ഒക്കെ കാറ്റിൽ പറത്തിയിരുന്ന ഒരു കാലഘട്ടത്തിൽ അതിശക്തമായിട്ട് ഈ ബെല്ലാർമീൻ തിരുമേനി പറഞ്ഞത്, നമ്മളുടെ ഏറ്റവും വലിയ ബന്ധം മാർപ്പാപ്പായോടായിരിക്കണം. നമ്മുടെ സഭയുടെ കാതലെന്ന് പറയുന്ന അതിനോടാണ്. പ്രത്യേകിച്ചും പത്രോസിനോട് ചേർന്ന് നിൽക്കുവാനുള്ള ആ ഒരു വലിയ ഭാഗ്യം. നമ്മുടെ പ്രാർത്ഥനകളിലെല്ലാം നമ്മൾ ചൊല്ലുന്നതും പാടുന്നതുമായ കാര്യങ്ങൾ അതുതന്നെയാണല്ലോ. വീടിൻ ഭവനം ശീമോനെ, വീടിൻ ഭവനം ശീമോനെ. അപ്പോൾ തിരുസഭ ചൊന്നാൾ തൻ, നിങ്ങളൊന്ന് വായിച്ചു നോക്കിയാൽ പാട്ട് കേട്ടാൽ അറിയാം. സഭയുടെ അടിസ്ഥാനമായിരിക്കുന്ന തമ്പുരാനോട് ചേർന്ന് നിൽക്കുന്ന അപ്പസ്തോല വൃന്ദത്തിൻ്റെ തലവനായിരിക്കുന്ന പത്രോസിനോട് ചേർന്നുള്ള നമ്മുടെ ആ ഒരു ജീവിത വിശുദ്ധിയും നമ്മുടെ ആത്മീയമായ ബന്ധവും. അതുകൊണ്ട് ഈ തിരുമേനി എപ്പോഴും പറഞ്ഞുകൊണ്ടിരുന്ന കാര്യം അതാണ്, നമ്മൾ മാർപ്പാപ്പായോട് ചേർന്ന് നിൽക്കണം എന്ന് പറഞ്ഞാൽ എന്താണ്? മാർപ്പാപ്പായോട് ചേർന്ന് നിൽക്കണം എന്ന് പറയുന്നതിൻ്റെ അർത്ഥം ഇതാണ്. അതായത് നമ്മളുടെ വ്യക്തിപരമായ ചിന്തകളോ വിചിന്തനങ്ങളോ ആശയങ്ങളോ ആയിരിക്കരുത്, മറിച്ച്
അവയെല്ലാം നമുക്ക് ദൈവത്തിൻ്റെ തിരുമുമ്പിൽ സമർപ്പിച്ചുകൊണ്ട് ബുദ്ധിയുടെ തലത്തിൽ നിന്ന് നമ്മൾ കൃപയുടെ തലത്തിലേക്ക് ഉയരുവാനായിട്ട് നമുക്ക് സാധിക്കണം. നമ്മളെല്ലാവരുടെയും തകർച്ച, എൻ്റെയും നിങ്ങളുടെയും തകർച്ച ആരംഭിക്കുന്നത് നമ്മൾ ബുദ്ധിക്ക് കൂടുതൽ പ്രാധാന്യം കൊടുക്കുന്നത് കൊണ്ടാണ്. നമ്മളെപ്പോൾ ബുദ്ധിക്ക് കൂടുതൽ പ്രാധാന്യം കൊടുക്കുന്നു, അന്ന് നമ്മളുടെ എല്ലാവരുടെയും തകർച്ച ആരംഭിച്ചിരിക്കും. ഞാൻ പലപ്പോഴും ഓർക്കുന്ന ഒരു കാര്യം യൂദയെക്കുറിച്ചാണ്. യൂദാ സ്ലീഹന്മാരിൽ ഒരുവൻ തന്നെയായിരുന്നു, നല്ല മനുഷ്യനായിരുന്നു. പക്ഷേ അദ്ദേഹത്തിൻ്റെ ചിന്തയിൽ വന്ന കുഴപ്പം, അദ്ദേഹത്തിൻ്റെ കൃപയിൽ ജീവിക്കേണ്ടതിന് പകരം ബുദ്ധി അനുസരിച്ച് കാര്യങ്ങൾ നീക്കുവാനായിട്ട് പരിശ്രമിച്ചപ്പോൾ സംഭവിച്ച വലിയ തകർച്ചയാണ്, വീഴ്ചയാണ്. അദ്ദേഹം ചിന്തിച്ചത് ഇത്രയേ ഉള്ളൂ, യേശു തമ്പുരാനെ പിടിക്കാനോ? യേശു ആരാണെന്ന് ഏറ്റവും കൂടുതൽ അറിയാവുന്ന ഒരുവനായിരുന്നു യൂദാ. കർത്താവാണ്, കർത്താവിനെ ഒരിക്കലും ആർക്കും പിടിക്കാൻ പറ്റുന്നില്ല. അപ്പോൾ അതുകൊണ്ട് എന്ത് ചെയ്യാൻ പറ്റും? 30 വെള്ളിക്കാശ് എൻ്റെ കയ്യിലിരിക്കും, യഹൂദന്മാർ ലഭ്യരാവും, കർത്താവ് രക്ഷപ്പെടും. പക്ഷേ എന്താണ് സംഭവിച്ചത് നമുക്കറിയാം. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നമ്മളുടെ ബുദ്ധിയാണോ യുക്തിയാണോ നമ്മളുടെ വിശ്വാസമാണോ നമ്മളെ നയിക്കുന്നത് എന്ന് വളരെ പ്രധാനപ്പെട്ടതാണ്. പ്രത്യേകിച്ചും ഈ ബെല്ലാർമീൻ തിരുമേനി നമ്മെ പഠിപ്പിക്കുന്ന ഒരു കാര്യം അതാണ്. നമ്മുടെ ബുദ്ധിയെ നമ്മൾ മാറ്റിവെക്കണം. ബുദ്ധിക്ക് അതീതമാണ് വിശ്വാസം എന്ന് പറയുന്നത്. വിശ്വാസത്തിന് കീഴെയായിരിക്കണം നമ്മൾ ബുദ്ധി പ്രവർത്തിപ്പിക്കേണ്ടത്. നമ്മൾ ഈ കാര്യം ആരോടെങ്കിലുമൊക്കെ പറഞ്ഞാൽ അവർക്കിതൊന്നും മനസ്സിലാവത്തില്ല. കാരണം എല്ലാവരും ബുദ്ധി കൊണ്ട് ചിന്തിക്കാൻ ഈ കാലഘട്ടത്തിൽ ജീവിക്കുന്നവരല്ലേ. അതുകൊണ്ട് കാരണ സഹിതമെല്ലാം അറിയാനും പറയാനും ഒക്കെയുള്ള വലിയ നെട്ടോട്ടമാണ്. ഇവിടെ ക്രിസ്തീയ വിശ്വാസത്തിൽ ഈ മാർപ്പാപ്പായോട് നമുക്ക് ചേർന്ന് നിൽക്കണമെങ്കിൽ നമ്മൾ യഥാർത്ഥത്തിൽ ഇതാണ് ഒന്നാമതായിട്ട് നമ്മൾ ചെയ്യേണ്ടത്. നമ്മുടെ ബുദ്ധിയെ നമ്മൾ മാറ്റിവെച്ചുകൊണ്ട് നമ്മൾ വിശ്വാസത്തിൽ നമ്മുടെ കർത്താവിൻ്റെ തിരുസന്നിധിയിൽ മുട്ടുമടക്കുന്ന അനുഭവമാണ്. രണ്ടാമതായിട്ട് അദ്ദേഹത്തിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത, അദ്ദേഹം പറഞ്ഞു, പ്രത്യേകിച്ചും ഹെൻറി 8 രാജാവിൻ്റെ കാലഘട്ടത്തിൽ ഇംഗ്ലണ്ടിലെ സഭയുടെ ഒരു തകർച്ച നിങ്ങൾക്കറിയാം. ആ രാജാവിന് തനിക്കിഷ്ടപ്പെട്ട ഒരാളെ പുനർവിവാഹം ചെയ്യണമെന്ന് വിചാരിച്ചപ്പോൾ അദ്ദേഹം മാർപ്പാപ്പായോട് ചോദിക്കുന്നു, മാർപ്പാപ്പ അനുവദിക്കുന്നില്ല. അപ്പോൾ അദ്ദേഹം പറയുന്നു, മാർപ്പാപ്പായുടെ സ്ഥലത്ത്, ഇത് ഇംഗ്ലണ്ടാണ്, ഇവിടുത്തെ ഞാനാണ് ഇവിടുത്തെ രാജാവ്, അതുകൊണ്ട് ഈ നാട്ടിലെ മതം, ഈ നാട്ടിലെ ക്രിസ്ത്യാനിറ്റി എന്നോടാണ് ബന്ധപ്പെട്ടിരിക്കുന്നത് എന്ന്. അപ്പോൾ അങ്ങനെ പറഞ്ഞപ്പോൾ അതിനെതിരെ ശക്തമായിട്ട് സംസാരിച്ച ഒരുവനായിരുന്നു ബെല്ലാർമീൻ. അദ്ദേഹം പറഞ്ഞു, ഇത് ലോകപ്രകാരം സൃഷ്ടിക്കപ്പെട്ട ഒന്നല്ല, മറിച്ച് ഇത് ദൈവത്തിൻ്റെ പരിപാലനയിൽ ക്രമീകരിക്കപ്പെട്ടതായ ഒന്നാണ് പരിശുദ്ധ സഭ. ഇത് ബുദ്ധിക്ക് മനസ്സിലാവത്തില്ല, ഇത് വിശ്വാസമുള്ളവർക്ക് മാത്രമേ അറിയാൻ സാധിക്കുകയുള്ളൂ. അതുകൊണ്ട് ദൈവത്തിൻ്റെ കരുണയിൽ ആശ്രയിക്കുന്ന ഒരുവൻ, അദ്ദേഹത്തെ നമ്മൾ പിൻചെല്ലണം. അതുകൊണ്ട് മാർപ്പാപ്പ തിരുമേനിയോടൊപ്പം തന്നെ അദ്ദേഹം പറഞ്ഞത് പരിശുദ്ധ കത്തോലിക്കാ സഭയോടുള്ള വലിയ ബന്ധമാണ്. മൂന്നാമതായിട്ട് അദ്ദേഹത്തിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത, അദ്ദേഹം എപ്പോഴും പഠിക്കുകയും വായിക്കുകയും ഒക്കെ ചെയ്യുമായിരുന്നു. അദ്ദേഹത്തിൻ്റെ വായനകൾ, അദ്ദേഹത്തിൻ്റെ പഠനങ്ങൾ എല്ലാം. ഈ വിശുദ്ധൻ്റെ ജീവിതം ഞാൻ നിങ്ങളുടെ മുമ്പിൽ പറഞ്ഞത് നമ്മുടെ ജീവിതവുമായി ഇതിന് ബന്ധമുള്ളതുകൊണ്ടാണ്. ഞാൻ അതിലേക്ക് വരുന്നതിന് മുമ്പ് ഇന്നത്തെ സുവിശേഷത്തെക്കുറിച്ചുകൂടെ പറഞ്ഞ് ആ ബന്ധം കാണിച്ച് നമ്മുടെ ഈ സുവിശേഷ പ്രസംഗം ഞാൻ സമാപിപ്പിക്കുകയാണ്. നാം ഇന്ന് സുവിശേഷത്തിൽ വായിച്ചത് ഒരു പാവപ്പെട്ട സ്ത്രീയുടെ, ഒരു വിധവ സ്ത്രീയുടെ ഒരേ ഒരു മകൻ മരണപ്പെട്ടു, അവനെ കർത്താവ് വീണ്ടും ജീവനിലേക്ക് കൊണ്ടുവരുന്ന സംഭവമാണ്. ഇത് പലതരത്തിലുള്ള റെസ്പോൺസുകളാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. അവനെ എടുത്തുകൊണ്ട് വന്നിരുന്നവരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ചിന്തിക്കാൻ പോലും സാധിക്കുന്നില്ല. മരിച്ചവൻ എഴുന്നേറ്റിരുന്ന് സംസാരിക്കുന്നു, അവൻ്റെ അമ്മയ്ക്ക് വിശ്വസിക്കാൻ സാധിക്കുന്നില്ല, അവൻ്റെ ചുറ്റുവട്ടത്തുള്ളവർക്കെല്ലാം അതുതന്നെയാണ്. വലിയൊരു പ്രവാചകൻ ഞങ്ങളുടെ ഇടയിൽ സംജാതനായിരിക്കുന്നു, ഭൂജാതനായിരിക്കുന്നു എന്ന് അവരെല്ലാവരും പറഞ്ഞു. പക്ഷെ ഇവിടുത്തെ പ്രധാനമായിട്ടുള്ള കാര്യം, കർത്താവായ യേശു ക്രിസ്തു ഈ വിധവയുടെ കണ്ണുനീര് കാണുന്നു. കർത്താവായ യേശു ക്രിസ്തു ആ വിധവയുടെ കണ്ണുനീർ കണ്ട് ഈ മകൻ്റെ ശവമഞ്ചത്തിലേക്ക് അടുത്തു വന്ന് അതിൽ സ്പർശിക്കുന്നു. അതിനുശേഷം പറയുന്നു, മകനെ നീ എഴുന്നേൽക്കുക.
അപ്പോൾ നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ കർത്താവിൻ്റെ ഈ ഒരു രീതിയും സ്വഭാവവും സ്വന്തമാക്കുവാനായിട്ട് നമ്മൾ വിളിക്കപ്പെട്ടവരാണ്, അല്ലേ? കർത്താവ് വിശുദ്ധ പൗലോസിലൂടെ പറഞ്ഞിരിക്കുന്നത് പോലെ പത്രോസും കേപ്പായും യോഹന്നാനും എല്ലാവരും നിങ്ങളുടേതാണ്, എല്ലാം നിങ്ങളുടേതാണ്. നിങ്ങൾ യേശു ക്രിസ്തുവിൻ്റേതാണ്, യേശു ക്രിസ്തു പിതാവായ ദൈവത്തിൻ്റേതാണ്. അതാണ് പൗലോസ് പറയുന്നത്. എല്ലാം നിങ്ങളുടേതാണ്, എല്ലാം നിങ്ങളുടേതാണ്. നിങ്ങൾ ക്രിസ്തുവിൻ്റേതാണ്, നിങ്ങൾ യേശു ക്രിസ്തുവിൻ്റേതാണ്. യേശു ക്രിസ്തു ആവട്ടെ പിതാവായ ദൈവത്തിൻ്റേതും. അപ്പോൾ നമ്മൾ ക്രിസ്തുവിൻ്റേതാണ്. അപ്പോൾ ക്രിസ്തുവിൻ്റേതെന്ന് പറയുമ്പോൾ നമുക്കറിയാം അതിൽ എല്ലാ സന്യാസത്തിൻ്റെ ഭാവങ്ങളും രൂപങ്ങളും ഒക്കെ അതിലുണ്ട്. ഞാൻ അതിലേക്കൊന്നും പ്രവേശിക്കാൻ ആഗ്രഹിക്കുന്നില്ല, കാരണം വളരെ നീണ്ടുപോകാൻ സാധ്യതയുള്ളതുകൊണ്ടാണ്. ഇവിടെ പ്രധാനമായിട്ടുള്ളത് കർത്താവിൻ്റെ ഒരു കാരുണ്യം, കർത്താവിൻ്റെ ഒരു കാരുണ്യം അത് നമ്മളുടെ മുഖഭാവമായിരിക്കണം. നമുക്കറിയാം മാർപ്പാപ്പ തിരുമേനി പറഞ്ഞത് വിശുദ്ധ സഭയിൽ ദൈവമക്കൾ കടന്നു വരുന്നത് ബുദ്ധി കൊണ്ടല്ല, അത്ഭുതങ്ങൾ കണ്ടതുകൊണ്ടുമല്ല, ആകർഷിക്കപ്പെട്ടാണ്, അല്ലേ? നമ്മൾ ദൈവത്തിലേക്ക് മനുഷ്യരെ ആകർഷിക്കുവാനായിട്ട് എനിക്ക് ഏറ്റവും ഇഷ്ടം തോന്നിയത് ഇന്ന് നമ്മളെല്ലാവരും കൂടി, പ്രത്യേകിച്ച് നിങ്ങൾ ഇത്രയും മക്കൾ ഒരുമിച്ച് നമ്മുടെ അരമനയിൽ നിന്ന് നിങ്ങളിങ്ങനെ നടന്ന് ഈ തെരുവീതികളെ അനുഗ്രഹിച്ചുകൊണ്ട് നടന്നപ്പോൾ ഈ മക്കൾക്കെല്ലാവർക്കും ഉണ്ടായ ഒരു വികാരം, ചിലർക്ക് അസൂയൊക്കെ തോന്നിക്കാണും, പക്ഷേ വലിയൊരു പറ്റം ആളുകൾ ചിന്തിക്കുന്ന ഇതാണ്: കർത്താവിന് വേണ്ടിയിട്ട് ഒരു പറ്റം കുഞ്ഞു മക്കൾ, ചെറുപ്പക്കാരികൾ. അപ്പോൾ അതെന്തൊരു വലിയ സാക്ഷ്യമാണ്, ആകർഷണമാണ്. അപ്പോൾ അങ്ങനെ നമുക്ക് കർത്താവിനെ മറ്റുള്ളവർ കർത്താവിനാൽ ആകർഷിക്കപ്പെടുന്ന രീതിയിൽ നമുക്ക് ജീവിക്കുവാൻ സാധിക്കണം. അത് കാരുണ്യം കണ്ടുകൊണ്ടാണ്. കാരുണ്യം, നമ്മുടെ കരുണയുടെ മുഖം എപ്പോഴും നമ്മളിൽ തിളങ്ങി നിൽക്കട്ടെ, വിളങ്ങി നിൽക്കട്ടെ എന്ന് ഞാൻ പറയട്ടെ. നമുക്കത് ഒരുപക്ഷെ നമുക്കിഷ്ടപ്പെട്ടവരോട് നമ്മൾ കാരുണ്യം കാണിക്കും, ഇഷ്ടപ്പെടാത്തവരോടോ നമുക്ക് കാരുണ്യം അത് നമ്മളുടെ ഒരു വലിയ സ്വഭാവ സവിശേഷതയായിട്ട് പ്രിയപ്പെട്ട സഹോദരങ്ങളെ നിങ്ങളാക്കണം. എങ്കിൽ മാത്രമേ പരിശുദ്ധ സഭയോട് നമുക്ക് ബന്ധപ്പെടാൻ സാധിക്കത്തുള്ളൂ, സഭയെ വളർത്തുവാനായിട്ട് നമുക്ക് സാധിക്കത്തുള്ളൂ. കാരുണ്യത്തിൻ്റെ ഈ ഒരു അരൂപി, ആ കുഞ്ഞിൻ്റെ, ആ മകളുടെ വേദനയും സങ്കടവും എല്ലാം തന്നെ അത് നമുക്ക് സാധിക്കണം. നമ്മുടെ ഇവിടെ നമുക്ക് അഭയഭവനം എന്ന് പറഞ്ഞ നമ്മുടെ ഒരു ഭവനമുണ്ട്. ഇവിടെ നമ്മുടെ ബദനി സിസ്റ്റേഴ്സാണ് കുറേ നാളായിട്ട് അത് നോക്കിക്കൊണ്ടിരുന്നത്. നമ്മുടെ മദർ ജോർജിയൊക്കെ അവിടെ ഇരുന്ന സമയമുണ്ട്. ജോർജിയ ഇവിടെ ഉണ്ടെന്ന് എനിക്കറിയാം. ഞാനൊരു ദിവസം ചെല്ലുമ്പോൾ, ഞാൻ ആ സിസ്റ്ററിൻ്റെ പേര് പറയത്തില്ല, സിസ്റ്റർ വയറെല്ലാം ഇങ്ങനെ പൊത്തിപ്പിടിച്ച് എൻ്റെ അടുക്കൽ വന്നു. ഞാൻ ചോദിച്ചു, എന്നെ ഇങ്ങനെ നിൽക്കുന്നത്? അതിലെ ഒരു അന്തേവാസി നമ്മുടെ ഈ സിസ്റ്റർ, കൊച്ചു സിസ്റ്ററാണ്. പക്ഷേ ശരിക്കും വിട്ടൊരു ഇടി ഇടിച്ചതാണ്, ശരിക്കും. അപ്പോൾ അന്നേരം ഞാൻ ഇത് കേട്ടപ്പം മദറിനോട് പറഞ്ഞു, ജോർജിയായോട് പറഞ്ഞു, എന്നാൽ ആ കൊച്ചിനെ നമുക്ക് എവിടെയെങ്കിലും കൊണ്ടുവന്നാക്കാം. ആ സിസ്റ്റർ പറഞ്ഞ ഒരു കാര്യം ഇതാണ്: മദറെ, പിതാവേ, ഈ കശ്മലന്മാരെല്ലാവരും കൂടി എൻ്റെ കുഞ്ഞിനെ അവർ പിച്ച് ചീന്തും. എൻ്റെ ജീവിതത്തിൽ എനിക്ക് ഒരിക്കലും മറക്കാൻ പറ്റാത്ത ഒരു വാക്കാണത്. ഞാൻ സത്യത്തിൽ ചിന്തിച്ചത് എൻ്റെ സിസ്റ്ററിന് ഇത്രയും വലിയൊരു വേദന വന്നപ്പോൾ അതിന് കാരണക്കാരായ ആ മകളെ വേറെ എവിടെയെങ്കിലും ഒരു സ്ഥലത്തേക്ക് കൊണ്ടുവന്നാക്കാനാണ് എൻ്റെ സാധാരണ ചിന്ത, എൻ്റെ യുക്തിയുടെ ചിന്തയായിരുന്നു. പക്ഷേ സിസ്റ്റർ പറയുകയാണ്, അത് എളുപ്പമാണ്. ഇതാണ് കരുണയെന്ന് പറയുന്നത്. ഇതാണ് ഹൃദയത്തിൽ നിന്ന് വരുന്ന വാക്കുകൾ. ഇതാണ് നമ്മളുടെ സഭയുടെ സവിശേഷത. നമുക്കിത് എവിടെയെങ്കിലും കുറഞ്ഞു പോയിട്ടുണ്ടെങ്കിൽ നമ്മൾ തീർച്ചയായിട്ടും അത് പരിഹരിക്കണം. അതിനു മാത്രമേ ജീവിതത്തിൽ എല്ലാവരെയും നേടുവാനായിട്ട് സാധിക്കത്തുള്ളൂ. നമ്മുടെ തന്നെ സഹോദരങ്ങളെയും മറ്റുള്ളവരെയും നമുക്ക് നേടുവാനായിട്ട് സാധിക്കത്തുള്ളൂ. അങ്ങനെ വരുമ്പോൾ എന്താ സംഭവിക്കുന്നത്? അങ്ങനെ വരുമ്പോൾ സംഭവിക്കുന്നത് മരിച്ചവർ ജീവിക്കും. സർവ്വതും നഷ്ടപ്പെട്ടു പോയവർ, ഇനി മുന്നോട്ടില്ല, ഇനി എന്തിന് ജീവിക്കണമെന്ന് കരുതുന്നവർ ജീവനിലേക്ക് തിരിച്ചു വരും. നിങ്ങളുടെ ഈ കണ്ണുനീര്, അല്ലെ നിങ്ങളുടെ ഈ സ്നേഹത്തോടു കൂടിയുള്ള നിങ്ങളുടെ ഈ പരിലാളന
നിങ്ങളുടെ ഇടപെടൽ അതുവഴി നമുക്ക് സംഭവിക്കും. ആ മകനെ അമ്മയ്ക്ക് തന്നെ തിരിച്ചു കൊടുക്കുകയാണ്. അമ്മ നഷ്ടപ്പെട്ടെന്ന് കരുതിയത് അമ്മയോട് തന്നെ പറയണം, അമ്മയ്ക്ക് നഷ്ടപ്പെട്ടിട്ടില്ല, അമ്മയുടെ കുഞ്ഞ് അമ്മയോട് കൂടെ തന്നെ ഉണ്ട് എന്ന്. നഷ്ടപ്പെട്ട 1000 കുഞ്ഞുങ്ങളെ ഓർത്ത് വേദനിക്കുന്ന അമ്മമാരും അപ്പന്മാരും ഒക്കെ ഉണ്ട്. അവരുടെ എല്ലാം അടുക്കിലേക്ക് നമുക്ക് പോകണം. നമ്മളുടെ ശുശ്രൂഷ സത്യത്തിൽ നമുക്ക് സമയമില്ല. നമുക്ക് സത്യത്തിൽ ആവേശത്തോടു കൂടി ഓരോരോ മിഷൻ പ്രവർത്തനങ്ങളിലേക്ക് ഇടപെടാനാണ്. നമുക്കിന്ന് ഏറ്റവും പറ്റിയിരിക്കുന്ന ഒരു കുഴപ്പം നമ്മുടെ മാനസികമായ തളർച്ചയാണ്. മടുത്തു, അല്ലേ? മടുത്തു, ഇനിയുമില്ല, ഇനി എന്തോ ചെയ്യണ്ടേ? മടുക്കുന്നത് എപ്പോഴാണെന്നറിയാമോ? ഉള്ളിൽ സ്നേഹം കുറയുമ്പോഴാണ്. ഉള്ളിൽ യേശുവിനോട് സ്നേഹം കുറയുമ്പോൾ നമുക്കത് തോന്നും. നമുക്കൊരിക്കലും അതുണ്ടാകാൻ പാടില്ല. എൻ്റെ യേശുവിന് വേണ്ടി, എൻ്റെ കർത്താവിന് വേണ്ടി, എൻ്റെ മണവാളിന് വേണ്ടിയിട്ട് എന്തെല്ലാം എനിക്ക് ചെയ്യാമോ അതെല്ലാം ഞാൻ ചെയ്യും. എങ്കിൽ മാത്രമേ എനിക്ക് സന്തോഷമുള്ളൂ. എൻ്റെ മണവാളൻ്റെ ഭാഗതയും എൻ്റെ പ്രിയപ്പെട്ട സിസ്റ്റേഴ്സ്, അതാണ് ഇന്നത്തെ ഈ സുവിശേഷത്തിൽ കർത്താവ് പറഞ്ഞ് നമ്മെ പഠിപ്പിക്കുന്നത്. ഓരോരുത്തരുടെയും കണ്ണുനീരൊപ്പാൻ ദൈവം നിശ്ചയിച്ച ആളുകളാണ് നമ്മൾ. നമുക്കതുകൊണ്ട് നമ്മളുടെ സൗകര്യവും നമ്മുടെ മറ്റു കാര്യങ്ങളും ഒക്കെ നമുക്ക് നഷ്ടപ്പെടാം. അല്ലെങ്കിൽ നമ്മളെക്കുറിച്ച് ഓർക്കാൻ സമയമില്ലായിരിക്കും. നിങ്ങളെല്ലാം കേട്ടിട്ടുള്ളതാണല്ലോ ഞങ്ങളുടെ പ്രിയപ്പെട്ട സിസ്റ്റർ അസീസി, അല്ലേ? നിങ്ങൾ കേട്ടിട്ടുണ്ടോ സിസ്റ്റർ അസീസി? ഇല്ലേ? കേൾക്കണം. സിസ്റ്റർ അസീസി എന്ന് പറയുന്നത് ഞങ്ങളെ എല്ലാവരെയും സംബന്ധിച്ച് വലിയ മിഷണറിയാണ്. ആ ഉടുപ്പൊക്കെ കണ്ടു കഴിഞ്ഞാൽ എത്ര ദിവസമായിട്ട് അതിട്ടുകൊണ്ടിരിക്കുന്നതെന്ന് നമുക്കറിയത്തില്ല. ചുളിഞ്ഞും അറിഞ്ഞും ചെളിയും ഒക്കെ പറ്റിയ, പിന്നെ അതിൻ്റെ കൂട്ടത്തിലൊരു സഞ്ചിയുണ്ട്. ആ സഞ്ചിക്കകത്തുള്ളത് എന്താണെന്നറിയാമോ? ഏത്തയ്ക്ക പുഴുങ്ങിയത്, മുട്ട പുഴുങ്ങിയത്. മഠത്തിലെ ആണെന്ന് ഓർത്തോണം. തനിക്കുള്ളതൊക്കെ ആയിരിക്കാം എടുത്ത് ഇതിനകത്തിലിട്ടിട്ട് പോവുകയാണ്. എവിടെയോ ഒരു കുഞ്ഞിന്, എവിടെയോ ഒരു മോൾക്ക് അവൾക്ക് ഭക്ഷണമില്ലെന്നറിയാം, അവൾക്കതെടുത്ത് കൊടുക്കാൻ വേണ്ടി പോവുകയാണ്. ഞാനിത് പറയുന്നത്, നമുക്കിന്ന് അസീസിമാരുടെ എണ്ണം കുറയുന്നു. നമ്മുടെ ഈ ജൂബിലിയുടെ ഈ അവസരത്തിൽ നമുക്ക് അതിശക്തമായിട്ട് വേണ്ടത് ഈ അസീസിമാരെയാണ്. തന്നെക്കുറിച്ച് ഓർക്കാൻ ഒട്ടും സമയമില്ല. അങ്ങനെ വിശുദ്ധയെ പോലെ പറന്ന് സ്വർഗത്തിലേക്ക് ഉയർന്ന ഒരു പ്രിയപ്പെട്ട സന്യാസിനി, എല്ലാവരുടെയും ഹൃദയത്തിൽ ജീവിച്ചിട്ടുള്ള ഒരു മകളാണ്. ഞാൻ അന്നത്തെ ഈ കബറടക്ക ശുശ്രൂഷയിൽ വന്ന് സംബന്ധിച്ചിട്ടുള്ള നാനാജാതി മതസ്ഥരായിട്ടുള്ളവർ, എട്ടും പൊട്ടും തിരിയാത്തതായ മനുഷ്യർ, അവരെയൊക്കെ സ്നേഹിച്ച് അവരെ ചേർത്ത് നിർത്തിയ ഒരു വലിയ സഹോദരി. അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത്, നമുക്കങ്ങനെ ആകർഷിക്കാനായിട്ട് സാധിക്കണം. നമ്മൾ ഈ വിധവയുടെ കണ്ണുനീരൊപ്പിയ യേശു ക്രിസ്തുവിൻ്റെ സ്ഥാനത്ത് നമ്മളെ ദൈവം ആക്കിയിരിക്കുന്നു എന്നുള്ള ആ വലിയ ബോധ്യത്തിൽ നമുക്ക് ജീവിക്കണം. സ്നേഹമുള്ളവരെ, എൻ്റെ വാക്കുകളെ ഞാൻ ചുരുക്കുകയാണ്. ഈ ബെല്ലാർമീൻ്റെ ഈ ഓർമ്മയുടെ ഈ ദിവസത്തിൽ നമുക്കിങ്ങനെ നമ്മുടെ സഭയെ കെട്ടിപ്പടുക്കണം. മാർപ്പാപ്പയോടുള്ള നമ്മുടെ ബന്ധം, നമുക്കറിയാം. മാർപ്പാപ്പയോടുള്ള ബന്ധം എന്ന് പറയുന്നത് നമ്മുടെ പാവാതിരുമേനിയോടുള്ള ബന്ധമാണ്, നമ്മളുടെ സുനോദോസിനോടുള്ള ബന്ധമാണ്. അതൊക്കെയാണ് നമ്മൾ, അല്ലാതെ നമുക്ക് വേറൊരെണ്ണം ഇല്ലല്ലോ. അപ്പോൾ അതുകൊണ്ട് ആ ബന്ധം എത്രയും നമ്മൾ സുദൃഢമാക്കുവാൻ സാധിക്കണം. എവിടെങ്ങളിലായി എന്തെങ്കിലുമൊക്കെ കുറവുകളും വിഷമങ്ങളും ഒക്കെ ഉണ്ടാവുന്നുണ്ട് എന്നൊക്കെ എനിക്കറിയാം. സാരമല്ല, നമ്മൾ ഈ യാത്രയിലാവുമ്പോൾ നമുക്ക് നേടാനുള്ള ഒത്തിരി കാര്യങ്ങളുണ്ട്. നമുക്കിനിയും ഒത്തിരി ദൂരം സഞ്ചരിക്കാനുണ്ട്. ആവേശമുള്ളവരായിട്ട് നമുക്ക് പരിശ്രമിക്കാം. ഓരോ കുഞ്ഞിൻ്റെയും കണ്ണിലെ കണ്ണുനീര് കാണാൻ ജോർജിയ പറഞ്ഞതുപോലെ ആ കുഞ്ഞിനെ വേറെ എവിടെയെങ്കിലും കൊണ്ട് നാക്കിയാൽ എൻ്റെ ഒരു പ്രശ്നം പരിഹരിക്കപ്പെട്ടിരിക്കും. പക്ഷേ ആ കുഞ്ഞിൻ്റെ ഭാവി എന്തായിരിക്കും? തൻ്റെ സ്വന്തം അമ്മയ്ക്ക് പോലും പറയാൻ പറ്റാത്ത ഒരു കാര്യം ഒരു സന്യാസിനി ആ മാതൃത്വത്തിൻ്റെ നിറവിൽ നിന്ന് പറയുമ്പോൾ, ഞാൻ പ്രിയപ്പെട്ട മക്കളെ നിങ്ങളോട് പറയട്ടെ, ഇതിനു മാത്രമാണ് നമ്മളെ വിളിച്ചിരിക്കുന്നത്. അതിൻ്റെ പൂർണ്ണതയിൽ നിർവഹിക്കുവാൻ കർത്താവ് നമ്മളെ അനുഗ്രഹിക്കട്ടെ. പരിശുദ്ധ അമ്മ നമ്മൾക്ക് കാവലായിരിക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. എനിക്ക് മുഴുവൻ സമയവും നിങ്ങളോടുകൂടി ആയിരിക്കാൻ സാധിക്കില്ല. എനിക്കൊരു പ്രിയപ്പെട്ട നമ്മുടെ ഒരു മകന് തൈലാഭിഷേകം കൊടുക്കാനായിട്ട് ഞാനിപ്പോൾ പോവുകയാണ്. നിങ്ങളുടെ പ്രാർത്ഥന പ്രത്യേകം ഞാൻ അപേക്ഷിക്കുന്നു.
നിങ്ങൾ തിരുവല്ലയിൽ വന്നതിന്, ഈ അനുഗ്രഹീതമായ ദൈവഭവനത്തിലായിരുന്ന് പ്രാർത്ഥിച്ചതിന്, പ്രാർത്ഥിക്കാൻ പോകുന്നതിന് എല്ലാം ഹൃദയം നിറഞ്ഞ നന്ദിയും സ്നേഹവും കരയേറ്റിക്കൊണ്ട് പിതാവിൻ്റെയും പുത്രൻ്റെയും ജീവനുള്ള പരിശുദ്ധ റൂഹായുടെയും തിരുനാമത്തിൽ ആമേൻ.